വെൽക്കം ടു ഗ്രേഡിയൻറ്റ് ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജെനറ്റിക്സ് ഓഫ് ലൈഫിൻ്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ അവസാനം വരുന്ന ചോദ്യങ്ങളുടെ ഉത്തരവും എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പോയ പ്ലേലിസ്റ്റ് ഉണ്ട്, നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, അത് കാണുക. കണ്ടതിന് ശേഷം ഈ ഒരു ക്ലാസ് നോക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ മുൻവർഷ ചോദ്യങ്ങൾ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നത്തെ 10ാം ക്ലാസ്സിൻ്റെ 6ാമത്തെ ചാപ്റ്ററിനകത്ത് ഈ പറയുന്ന ടോപ്പിക്കുകൾ കുറേ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭാഗങ്ങൾ, അതായത് ഒരു നമ്മുടെ ഈ നോൺ മെൻ്റലി ഇൻഹെറിറ്റൻസ് എന്നൊക്കെ വരുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ കുറവാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ചോദ്യങ്ങൾ കിട്ടുമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അത് അടുത്തൊരു ക്ലാസ്സായിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ ഈ പറയുന്ന ജെനറ്റിക്സ്, മെൻ്റലിൻ്റെ എക്സ്പെരിമെൻറ്റ്, അതുപോലെ എന്താണ് ജീന്, അതുപോലെ അവസാനം വരുന്ന വേരിയേഷൻ, അതുപോലെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഈ PDF കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, ടെലഗ്രാമിൽ ജോയിൻ ചെയ്യണം. ഞാൻ ഒരു കണ്ടീഷൻ വയ്ക്കാം. ഞാനിപ്പോൾ ക്ലാസ് നോക്കുമ്പോൾ പലതിലും നല്ല വ്യൂസ് പോകുന്നുണ്ടെങ്കിലും ഇതിനൊന്നും ലൈക്ക് കുറവാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ക്ലാസ്സിന് നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തേ പറ്റുള്ളൂ. ഒരു 500 പേരെങ്കിലും ഈ ക്ലാസ് ലൈക്ക് ചെയ്താലേ ഞാൻ ഈ നോട്ട് എന്ത് ചെയ്യത്തുള്ളൂ, ടെലഗ്രാമിൽ ഇടത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യത്തില്ല, ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യത്തില്ല. എങ്ങനെയുണ്ട്, കൊള്ളാം. നമ്മൾ ഈ ചലഞ്ചൊക്കെ ഉണ്ടല്ലോ, ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള യൂട്യൂബ് ചാനലുകളിലൊക്കെ ഉള്ള പരിപാടിയാണ് ചലഞ്ച്. ഇത്ര പേര് ലൈക്ക് ചെയ്യണം, ഇത്ര പേര് കമൻറ്റ് ചെയ്യണം, എങ്കിലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ എന്നാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്താലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ചുമ്മാ പറഞ്ഞാണ് നോട്ട്, ഞാൻ എന്തായാലും ഇട്ടേക്കാം. എന്നാലും നിങ്ങൾ ലൈക്ക് ചെയ്താൽ അത്രയും സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഈ ചാപ്റ്റർ പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കാനായിട്ട്. അല്ലെ ഞാനിതിപ്പോൾ ഒരുപാട് വിശദീകരിക്കാനൊന്നും നിൽക്കുന്നില്ല, സ്പീഡിൽ പറഞ്ഞു പോകും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കത്തും, അല്ലെങ്കിൽ അത് കത്തത്തില്ല. കത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പഠിച്ചിട്ടില്ലെന്നാണ്. പോയി പഠിച്ചിട്ട് വരിക. തുടങ്ങാമല്ലോ. ഒന്നാമത്തെ ചോദ്യം, അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. DNA ഉണ്ട്, ഒരു ബോക്സിൽ X എന്ന് കൊടുത്തിട്ടുണ്ട്. റൈബോസോം ഉണ്ട്, ഒരു ബോക്സിൽ Y എന്ന് കൊടുത്തിട്ടുണ്ട്. ഐഡൻറ്റിഫൈ ദ മോളിക്യൂൾ ഡിനോട്ടഡ് അറ്റ് X ആൻഡ് Y. ഇതിൽ X Y എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ചിന്തിച്ചേ, DNA-യും അതിൽ നിന്ന് റൈബോസോമും. DNA-യും റൈബോസോമും നമ്മൾ എവിടെയാണ് പഠിച്ചത്? പ്രോട്ടീൻ സിന്തസിസിനകത്താണ് നമ്മൾ എന്ത് പഠിച്ചത്, DNA-യും റൈബോസോമും പഠിച്ചത്. അപ്പോൾ DNA-യിൽ നിന്ന് റൈബോസോമിലോട്ട് എന്തോ ഒരു സാധനം പോകുന്നുണ്ട്. എന്തായിരിക്കും അത്? DNA-യിൽ നിന്ന് റൈബോസോമിലോട്ട് പോകുന്ന എന്താണ്? ഈ പറയുന്ന മെസ്സേജ് കൊണ്ടുപോകുന്ന RNA ആണല്ലേ. അത് നമ്മൾ എന്ത് വിളിക്കും? mRNA എന്ന് വിളിക്കും. സോ എക്സിൽ തന്നേക്കുന്നത് എന്താണ്? mRNA ആണെന്ന് നമ്മൾ ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഇനി റൈബോസോമിൽ നിന്നും പുറത്തേക്ക് വരുന്ന എന്താണ്? നമുക്കറിയാം റൈബോസോമിനെ വെച്ചിട്ടാണ് പ്രോട്ടീൻസ് നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ റൈബോസോമിൽ നിന്ന് പുറത്ത് വരുന്നത്, ആ പടം ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തായിരുന്നു അത്? റൈബോസോമിൽ നിന്ന് പുറത്ത് വരുന്നതാണ് എന്ത്? പ്രോട്ടീൻസ് അല്ലേ. എന്താണ്? പ്രോട്ടീൻസ്. കാരണം അതിനകത്ത് വെച്ചിട്ടാണ് അമിനോ ആസിഡുകൾ കൂടി ചേർന്ന് പ്രോട്ടീൻ ആകുന്നു. സോ X എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറയാം? mRNA എന്നും Y എന്ന് പറയുന്നത് പ്രോട്ടീൻ എന്നും പറയാനായിട്ട് പറ്റും. അപ്പോൾ ചോദ്യം വരുന്ന രീതി മനസ്സിലായല്ലോ. ഇനി ആ ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ ഈ കാര്യം ശ്രദ്ധിക്കുമല്ലോ. അടുത്ത, വാട്ട് ഈസ് ദ റോൾ ഓഫ് റൈബോസോം ഇൻ ദ ഫോർമേഷൻ ഓഫ് Y മോളിക്യൂൾ? Y എന്ന് വെച്ചാൽ പ്രോട്ടീൻ നിർമ്മിക്കുന്നതിന് റൈബോസോമിൻ്റെ ജോലി എന്താ? പ്രോട്ടീൻസ് ആർ സിന്തസൈസ്ഡ് ഇൻ ദ റൈബോസോം ബൈ കമ്പൈനിങ് അമിനോ ആസിഡ് അല്ലേ. ഏത് ഓർഡറിൽ കമ്പൈൻ ചെയ്യണമെന്നുള്ളത് RNA, ഈ പറയുന്ന മെസ്സഞ്ചർ RNA പറയുന്നതിനനുസരിച്ച് ആണ്. അതിലോട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരുന്ന ആരാണ്? അത് ട്രാൻസ്ഫർ RNA ആണ്. റൈബോസോമിനകത്തുള്ളതാണെങ്കിലോ റൈബോസോം RNA ആണ്. അപ്പോൾ റൈബോസോമിൻ്റെ ജോലി എന്താണ്? പ്രോട്ടീനിൻ്റെ സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്നത് റൈബോസോമാണ്. വിച്ച് മോളിക്യൂൾ ക്യാരീസ് ദ അമിനോ ആസിഡ് ടു ഫോം ദ മോളിക്യൂൾ Y? അമിനോ ആസിഡ് റൈബോസോമിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് ട്രാൻസ്ഫർ RNA ആണല്ലേ. tRNA ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ബയോളജി ചോദ്യപേപ്പറുകളിൽ എപ്പോഴും കാണാറുണ്ട്. ഇത്തരത്തിൽ ഫ്ലോ ചാർട്ട് തന്നിട്ടുള്ള ചോദ്യങ്ങൾ. അടുത്ത, കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ റിലേറ്റഡ് ടു പ്രോട്ടീൻ സിന്തസിസ് അക്കോർഡിംഗ് ടു ദ ഇൻഡിക്കേറ്റേഴ്സ്. 3 മാർക്കാണ്. തൊട്ട് മുമ്പത്തെ ചോദ്യം എന്ന് പറയുന്നത് എത്ര മാർക്കാണ്? 3 മാർക്കുള്ള ചോദ്യമാണ്. കണ്ടോ. അപ്പോൾ എയിൽ നിന്ന് എന്തോ ഒരു സാധനം റൈബോസോമിലോട്ട് പോകുന്നുണ്ട്. റൈബോസോമിലേക്ക് എന്തോ ഒരു സാധനം സിയിൽ നിന്ന് വരുന്നുണ്ട്. ബിയും ഉണ്ട്. ഇത് ട്രാൻസ്ഫർ RNA ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ട്രാൻസ്ഫർ RNA റൈബോസോമിലേക്ക് എന്താണ് കൊണ്ടുവരുന്നത്? നിങ്ങൾക്കറിയാം എന്താണ് കൊണ്ടുവരുന്നത്? ട്രാൻസ്ഫർ RNA റൈബോസോമിലേക്ക് കൊണ്ടുവരുന്ന എന്തിനെയാണ്? അത് ഇപ്പോൾ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ. അമിനോ ആസിഡിനെയാണ് ആര് കൊണ്ടുവരുന്നത്? ട്രാൻസ്ഫർ RNA റൈബോസോമിലേക്ക് കൊണ്ടുവരുന്നത്. ഇനി റൈബോസോമിലേക്ക് വരുന്ന ആരാ? റൈബോസോമിലോട്ട് ഒരൊറ്റ ആളെ വരുന്നുള്ളൂ. ആരാണത്? അത് മെസ്സഞ്ചർ RNA ആണ് വരുന്ന ഏക ആൾ. ശരിയാണ്. റൈബോസോമിനകത്തുള്ളത് ആരാ? അത് റൈബോസോം RNA ആണ്. അതാരാണ്? റൈബോസോം RNA ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം അല്ലേ. മോളിക്യൂൾസ് ദാറ്റ് ക്യാരി RNA ടു ദ റൈബോസോം.
RNA അല്ലെ tRNA ട്രാൻസ്ഫർ RNA റൈബോസോമിലേക്ക് കൊണ്ടുവരുന്ന ആരെയാണ്? അമിനോ ആസിഡുകളെയാണ്. RNA വിച്ച് ഇസ് പാർട്ട് ഓഫ് ദ റൈബോസോം, റൈബോസോമിൻ്റെ ഭാഗമായ RNA ആരാണ്? അത് rRNA ആണ്. അതാരാണ്? rRNA ആണ്. RNA ദാറ്റ് ക്യാരീസ് ദ മെസ്സേജ് ടു ദ റൈബോസോം, റൈബോസോമിലേക്ക് മെസ്സേജ് കൊണ്ടുവരുന്നത് ആരാണ്? മെസ്സഞ്ചർ RNA ആണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും, ഉത്തരം എഴുതണം. അടുത്ത, ഡെപിക്ട് ദ ഫോർമേഷൻ ഓഫ് ഗ്യാമേറ്റ് ഫ്രം എ ടോൾ റിങ്കിൾഡ് സീഡ് പ്ലാന്റ്. കറക്റ്റ് ഇഫ് ദർ ഈസ് എനി എറർ ഇൻ ദ ഇല്ലസ്ട്രേഷൻ. ജസ്റ്റിഫൈ യുവർ ആൻസർ. ഓക്കെ, ക്യാപിറ്റൽ ടി സ്മോൾ ആർ എന്ന് പറയുന്ന ഒരു ചെടിയിൽ നിന്നും ഗ്യാമേറ്റുകൾ ഉണ്ടാവുകയാണ്. ഗ്യാമേറ്റ് ഉണ്ടാകുന്ന ഇവിടെ നോക്കിയാൽ ക്യാപിറ്റൽ ടിയും ഇവിടെ സ്മോൾ ആറുമാണ്. നമുക്കിത് തെറ്റാന്ന് പറയാനായിട്ട് വേറെ സംശയമൊന്നുമില്ല അല്ലേ? കാരണം എപ്പോഴും ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരെണ്ണമേ ഒരു ഗ്യാമേറ്റിലോട്ട് വരത്തുള്ളൂ. സോ അത് ക്യാപിറ്റൽ ടി ആണെങ്കിൽ കൂടെ എന്ത് വരാം? സ്മോൾ ആറിന് വരാം. ഇതൊന്ന്, കാരണം രണ്ട് സ്മോൾ ആർ അല്ലേ. മറ്റെന്തായിരിക്കും? സ്മോൾ ടി സ്മോൾ ആർ ആയിരിക്കും. സോ തെറ്റെന്ന് പറയുന്നത് എന്താണ്? ഇതും തെറ്റാണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് വരയ്ക്കണം അല്ലേ? ക്യാപിറ്റൽ ടി സ്മോൾ ആറിൽ നിന്ന് ഗ്യാമേറ്റുകൾ ഉണ്ടാവുകയാണ്. ഗ്യാമേറ്റ് ഉണ്ടാകുമ്പം നേർ പകുതിയെ വരത്തുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് ഒരെണ്ണം വരും, സ്മോൾ ആറിൽ നിന്ന് ഒരെണ്ണം വരും. ഇവിടെ ഒരെണ്ണം ക്യാപിറ്റൽ ടി വന്നതുകൊണ്ട് മറ്റേത് സ്മോൾ ടിയും സ്മോൾ ആറും നമുക്ക് കാണിക്കാം. സോ ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. 1 മാർക്കിൻ്റെ ചോദ്യം, സിമ്പിൾ ഉത്തരം. അടുത്ത ചോദ്യം, the genetic constitution of some plant obtained by the self-pollination of a taller plant with yellow seed. In a hybridization experiment are given below. Identify the taller plant with yellow seed. ഒരു ടോളർ പ്ലാന്റും യെല്ലോ സീഡും ഉള്ള ചെടിയുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്തു? സെൽഫ് പോളിനേഷൻ ചെയ്തു. F1 ജനറേഷൻ സെൽഫ് പോളിനേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഗ്യാമേറ്റുകൾ താഴെ തന്നിട്ടുണ്ട്. ഇതിൽ ടോളും യെല്ലോ ഫ്രൂട്ടുള്ള ചെടികൾ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നതായിരിക്കും യെല്ലോ ഫ്രൂട്ട് എന്ന് പറയുന്നത് അല്ലേ? ക്യാപിറ്റൽ വൈ ആയിരിക്കും നമുക്ക് ഡോമിനൻ്റ് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ടി ആയിരിക്കും ടോൾ എന്ന് പറയുന്നത്. അപ്പോൾ ടോൾ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ടി വേണം, യെല്ലോ എന്ന് പറയാൻ ക്യാപിറ്റൽ വൈ വേണം. അപ്പോൾ ഇതിൽ എവിടെയൊക്കെ ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ വൈയും ഉണ്ടോ അവരെല്ലാം ടോളും യെല്ലോ സീഡുള്ള ചെടികളും ആയിരിക്കും. ഇവൻ വരുമോ? ഇല്ല. ഇവൻ വരുമോ? ഇല്ല. ഇവൻ അല്ലേ? ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ടി, ഇവൻ, 2, 3 മൂന്നെണ്ണം ചെടികൾ. ഈ പറയുന്ന 3 ചെടികൾ എന്തായിരിക്കും? ഈ 3 ചെടികളും ടോളും അതുപോലെ തന്നെ എന്തായിരിക്കും? അതിനകത്ത് യെല്ലോ ആയിട്ടുള്ള സീഡും ഉണ്ടാവും. അതായത് എവിടെയൊക്കെയാണോ ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ വൈയും വരുന്നത് അത് രണ്ട് ഡോമിനൻ്റ് ആണ്, അത് എക്സ്പ്രസ് ചെയ്യും. സോ ഇതിൽ എവിടെയൊക്കെയാണോ ഇത് ഇവിടെ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ വൈ ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ക്യാപിറ്റൽ വൈ ഇല്ലാത്തതുകൊണ്ടാണ് ഇത് എടുക്കാത്തത്. ഇവിടെ ക്യാപിറ്റൽ ടി ഇല്ലാത്തതുകൊണ്ടാണ് എടുക്കാത്തത്. ഇവിടെ ക്യാപിറ്റൽ ടിയും ക്യാപിറ്റൽ വൈയും ഉണ്ട്. ഇവിടെ ഈ ക്യാപിറ്റൽ വൈ ഇല്ലാത്തതുകൊണ്ട് എടുത്തില്ല. സ്മോൾ വൈ എന്ന് വെച്ചാൽ വേറെ ഏതോ കളറാണ്. ഓക്കെ, ഇവിടെ 2 ഉണ്ട്, അതുകൊണ്ട് നമ്മൾ എടുത്തു. സോ 3 എണ്ണം ഉണ്ട്, അതാണ് സംഭവം. ചോദ്യം വരുന്ന രീതി പിടികിട്ടുന്നുണ്ടല്ലോ അല്ലേ? ദ ക്രോമസോമൽ ഫ്യൂഷൻ ദാറ്റ് മേക്സ് അപ്പ് ദ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ ഫീമെയിൽ ഈസ് ഇല്ലസ്ട്രേറ്റഡ്. കറക്റ്റ് മിസ്റ്റേക്ക് ഇഫ് ദർ ഈസ് എനി. ഒരു ഫീമെയിലാണ് ഇത് അല്ലേ? 44 + XX എന്ന് പറയുന്നത് ഫീമെയിലാണ്. അപ്പോൾ ഈ പിക്ചറിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഗ്യാമേറ്റ് എന്ന് എഴുതിയേക്കുന്നത്. നമ്മളൊരു മനുഷ്യൻ, നോർമൽ ഒരു മനുഷ്യൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 44 എണ്ണം പ്ലസ് എന്താണ്? 2 സെക്സ് ക്രോമസോം. അത് X ആകാം, അല്ലെങ്കിൽ എന്താകാം? XY ആകാം. ഇതൊരു സാധാരണ മനുഷ്യൻ. ഇതിൽ നിന്നും ഗ്യാമേറ്റ് ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ പകുതിയെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 22 പ്ലസ് എന്താണ്? XXോ അല്ലെങ്കിൽ 22 പ്ലസ് എന്താണ്? XYയോ ആണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ പക്ഷേ കൊടുത്തേക്കുന്ന ഗ്യാമേറ്റിൽ 44 എണ്ണം ഉണ്ടെന്നാണ്. തെറ്റാണ്. ഗ്യാമേറ്റ് 44 ഇല്ല. ഇവിടുത്തെ കറക്റ്റ് എന്താണ്? ഗ്യാമേറ്റ് എന്ന് വെച്ചാൽ എന്താണ്ടാ? പകുതിയല്ലേ വരത്തുള്ളൂ. കാരണം അച്ഛൻ്റെ പകുതി അമ്മയുടെ പകുതിയും ചേരുമ്പോഴല്ലേ കുട്ടിയാവുന്നത്. അല്ലാതെ അച്ഛൻ്റെ ഫുള്ളും അമ്മയുടെ ഫുള്ളും കൂടി ചേർന്നാൽ നമ്മൾ വേറെ വല്ല ഓർഗാനിസം ആയി പോകും അല്ലേ? അപ്പോൾ ഗ്യാമേറ്റിൽ ഒരാളുടെ പകുതിയേ വരത്തുള്ളൂ. മിയോസിസ് വഴി എന്താണ് നമ്പർ പകുതിയാവും. അപ്പോൾ ഇതല്ല തെറ്റ്. ഇതെന്താണ്? തെറ്റാണ്. പിന്നെ എന്താ വരേണ്ടത്? 22 + X വരണം. ഇവിടെ തെറ്റാണ്. ഇവിടെ എന്ത് വരണം? 22 + X വരണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും വൈ എന്താ വരാത്തത്? ഫീമെയിൽ കുട്ടിയല്ലേ, അപ്പോൾ XX വരെ വരത്തുള്ളൂ. സോ 44 XX വരും. ഇതാണ് തെറ്റെന്ന് പറയുന്നത്. കണ്ടോ, നല്ല ടഫ് ചോദ്യങ്ങൾ ഇവിടുന്ന് വരാം, കിളി പറക്കും അല്ലേ? ഒബ്സർവ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. സെലക്ട് ദ അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ് ആൻഡ് മേക്ക് എ ഡെഫിനിഷൻ ഓഫ് ജീൻ. ജീനിൻ്റെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? കാരിയേഴ്സ് ഓഫ് ഹെറിഡിറ്ററി ക്യാരക്ടർ ശരിയാണ്. കമ്പോണൻ്റ് ഓഫ് സെക്സ് ക്രോമസോം, ജീൻ സെക്സ് ക്രോമസോമിൻ്റെ ആളൊന്നുമല്ല. സ്പെസിഫിക് പാർട്ട് ഓഫ് DNA, അതെ ജീൻ സ്പെസിഫിക് പാർട്ടാണ്. അപ്പോൾ ഏതാണ്? ഈ 1ഉം 3ഉം ആണ് ഒരു ജീനിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അല്ലെ നിങ്ങൾക്കറിയാം DNAയുടെ ഒരു ചെറിയ കഷ്ണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജീൻ എന്ന് വിളിക്കുന്നത്. ഈ ജീനാണ് നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കൺട്രോൾ ചെയ്യുന്നത്.
ഏഴാമത്തെ ചോദ്യം, എ ഹൈബ്രിഡൈസേഷൻ കൺസിഡറിംഗ് ദ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് ആൻഡ് കളർ ഓഫ് ദ കോട്ടിലിഡൻ ഈസ് ഗിവൺ ബിലോ. ഡോമിനൻ്റ് ക്യാരക്ടർ ടോൾ ആൻഡ് യെല്ലോ ആണ്. റിസസീവ് എന്ന് പറയുന്ന ഡോർഫ് ആൻഡ് ഗ്രീൻ ആണ്. 3 മാർക്ക് ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ആർ ദ ക്യാരക്ടേഴ്സ് എക്സ്പ്രസ്ഡ് ഇൻ TTYY. TTYY എന്നൊരു ചെടി വന്നാൽ അതിലേത് ക്യാരക്ടറായിരിക്കും എക്സ്പ്രസ് ആവുന്നത്? ഡോമിനൻ്റ് ആയിരിക്കും എക്സ്പ്രസ് ആവുന്നത്. കാരണം ഡോമിനൻറ്റിനാണ് നമ്മൾ ക്യാപിറ്റൽ T കൊണ്ടും അല്ലേ ക്യാപിറ്റൽ Y കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ക്യാപിറ്റൽ Tയും ക്യാപിറ്റൽ Y ആയതുകൊണ്ട് ചെടി എന്തായിരിക്കും? അത് ടോൾ ആയിരിക്കും. അതിനകത്ത് എന്തായിരിക്കും? യെല്ലോ കോട്ടിലിഡൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. വാട്ട് ഇൻഡിക്കേറ്റ് ക്യാപിറ്റൽ T ക്യാപിറ്റൽ Y ആൻഡ് സ്മോൾ t സ്മോൾ y. ക്യാപിറ്റൽ T ക്യാപിറ്റൽ Y എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നു? അത് ഗ്യാമേറ്റുകളെയാണ് കാണിക്കുന്നത് അല്ലേ? എന്തിനെ കാണിക്കുന്നത്? ഗ്യാമേറ്റുകളെയാണ് കാണിക്കുന്നത്. ഇവിടെയല്ലേ കിടക്കുന്ന ക്യാപിറ്റൽ T ക്യാപിറ്റൽ Y, ക്യാപിറ്റൽ T ക്യാപിറ്റൽ Y. ഇതിനെന്തിനാണ് കാണിക്കുന്നത്? ഇത് ഗ്യാമേറ്റുകളെയാണ് കാണിക്കുന്നത്. അടുത്ത, വിച്ച് ക്യാരക്ടേഴ്സ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ക്യാപിറ്റൽ T സ്മോൾ y, ക്യാപിറ്റൽ T സ്മോൾ t ക്യാപിറ്റൽ Y സ്മോൾ y. ഐഡൻറ്റിഫൈ ദ റിസസീവ് ക്യാരക്ടർ. ഒരു ചെടി ഇത് ഇങ്ങനെ വന്നാൽ അതിലൊരു ക്യാപിറ്റൽ T ഉണ്ട്, സോ അത് ടോൾ ആയിരിക്കും. അതിലൊരു സ്മോൾ y ഉണ്ട്, അതുകൊണ്ട് യെല്ലോ ആയിരിക്കും. സോ അതിൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ ടോൾ ആൻഡ് യെല്ലോ ആയിരിക്കും. റിസസീവ് എന്ന് പറയുന്നത് ഏതായിരിക്കും? റിസസീവ് അത് ഡോർഫും ഗ്രീനുമാണ് ഇവിടുത്തെ റിസസീവ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എടുത്ത് എഴുതിയാൽ മതി. കണ്ടോ? അപ്പോൾ ടോൾ വിത്ത് യെല്ലോ കോട്ടിലിഡനാണ് ഇത് കൊണ്ട് എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. റിസസീവ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഡോർഫ് ആൻഡ് ഗ്രീൻ ആണ്. Tയും Y എന്ന് പറയുന്നത് ഗ്യാമേറ്റ് ആണ്. TTYY ടോൾ ആൻഡ് യെല്ലോ ആയിരിക്കും കിട്ടുന്നത്. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. DNA-യിൽ നിന്ന് വന്നേക്കുന്നതാണ്. എന്താണ് ഈ തന്നേക്കുന്നത്? ഇതൊരു ന്യൂക്ലിയോറ്റൈഡാണ്. ന്യൂക്ലിയോറ്റൈഡിൻ്റെ കമ്പോണൻറ്റുകൾ എന്തൊക്കെയാണ്? ഫോസ്ഫേറ്റ് മോളിക്യൂൾ ഉണ്ട്, ഒരു ഡിയോക്സി പെൻറ്റോസ് ഷുഗർ ഉണ്ട്, ഒരു നൈട്രജൻ ബേസ് ഉണ്ട്. നെയിം ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ദ മോളിക്യൂൾ ദാറ്റ് എക്സ് ഇൻഡിക്കേറ്റ്. എക്സ് അടക്കുകയാണ് അല്ലേ? എക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന മോളിക്യൂൾ ഏതൊക്കെയാണ്? എക്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഏതൊക്കെയാണ്? അത് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ ആവാം. സിമ്പിളാണ്. ന്യൂക്ലിയോറ്റൈഡ് എന്നുള്ള ഡയറക്റ്റ് ചോദ്യമാണ് അല്ലേ? തന്നിട്ടുള്ളത് ന്യൂക്ലിയോറ്റൈഡാണ്. അതിലൊരു ഫോസ്ഫേറ്റ് മോളിക്യൂളും ഷുഗറും നൈട്രജൻ ബേസും ഉണ്ട്. നൈട്രജൻ ബേസുകൾ 4 അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. സെറ്റാണ്. നെക്സ്റ്റ് ചോദ്യം, ദ കൗണ്ട് ഓഫ് പീ പ്ലാന്റ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദ സെൽഫ് പോളിനേഷൻ ഓഫ് ദ റൗണ്ട് സീഡ് പ്ലാന്റ് ആർ ഗിവൺ ബിലോ. അതായത് റൗണ്ട് സീഡ് ചെടിയെ നമ്മൾ എന്ത് ചെയ്തു? ഫോം ചെയ്തു. ഒരു റൗണ്ട് സീഡും റിങ്കിൾഡ് സീഡും ഉള്ള ചെടിയെ ആദ്യം നമ്മൾ പോളിനേറ്റ് ചെയ്തു. അതിൽ നിന്ന് കിട്ടിയത് നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും സെൽഫ് പോളിനേറ്റ് ചെയ്തു. അപ്പോൾ കിട്ടിയ ചെടികളുടെ എണ്ണമാണ് തന്നിട്ടുള്ളതെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ പ്ലാന്റ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ? F1 ജനറേഷൻ ആണെങ്കിൽ സെക്കൻഡ് ജനറേഷൻ റേഷ്യോ എന്തായിരിക്കും? 3:1 ആയിരിക്കും. പഠിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങളിത്. ഇല്ലസ്ട്രേറ്റ് ദ ഹൈബ്രിഡൈസേഷൻ ദാറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ദ ഫസ്റ്റ് ജനറേഷൻ്റെ ഹൈബ്രിഡൈസേഷൻ്റെ കാരണം. ഫസ്റ്റ് ജനറേഷൻ ചെടി ഉണ്ടായത് എങ്ങനെയാണ്? ഒരു RR ചെടിയും ഒരു സ്മോൾ r ചെടിയും ഉണ്ട്. അതിൽ നിന്നും ഒരു ക്യാപിറ്റൽ R എന്ന ഗ്യാമേറ്റും ഒരു സ്മോൾ r എന്ന ഗ്യാമേറ്റും ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് ക്യാപിറ്റൽ R സ്മോൾ r എന്ന് പറയുന്ന ചെടി ഉണ്ടാവും. ഇതാണ് F1 ജനറേഷൻ. ഇത് കിടക്കുന്നു. ക്യാപിറ്റൽ R സ്മോൾ r ഉണ്ടായ ഹൈബ്രിഡൈസേഷൻ വരച്ച് കാണിക്കാനാണ്. ഇതങ്ങ് വരച്ച് കാണിച്ചാൽ മതി. ഞാനിവിടെ ഉത്തരത്തേത് കൊടുത്തിട്ടില്ല. അടുത്ത്, വിച്ച് ഈസ് ദ ക്യാരക്ടർ നോട്ട് എക്സ്പ്രസ്ഡ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ? ഏതായിരിക്കും? റിങ്കിൾഡ് സീഡാണ് എക്സ്പ്രസ് ചെയ്യാത്തത്. Y എന്തുകൊണ്ടായിരിക്കും? Y ടൈപ്പ് ചെയ്യുന്ന സെക്കൻഡ് ജനറേഷൻ എന്തുകൊണ്ടായിരിക്കും? ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞ് സെക്കൻഡ് ജനറേഷൻ സെൽഫ് പോളിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഫസ്റ്റ് ജനറേഷനിൽ 2 അലീലുകളുമുണ്ട്. അതിലൊന്ന് ഡോമിനൻ്റ് ആയതുകൊണ്ട് അത് അവിടെ എക്സ്പ്രസ് ആയി. ഇതേ സാധനത്തിന് സെൽഫ് പോളിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3:1 റേഷ്യോയിൽ കിട്ടും. അതിൽ ഈ 1 റേഷ്യോ വരുന്ന എന്തായിരിക്കും? അത് സ്മോൾ r ചെടി ആയതുകൊണ്ട് നമുക്കവിടെ അത് കിട്ടും. അതാണ് സംഭവം എന്ന് പറയുന്നത് അല്ലേ? എന്തായിരിക്കും? ഇപ്പോൾ നോക്കിയേ, ഡ്യൂ ടു ദ അപ്പിയറൻസ് ഓഫ് ദ റിസസീവ് അലീൽ ഇൻ ദ സെക്കൻഡ് ജനറേഷൻ. സെക്കൻഡ് ജനറേഷനിൽ റിസസീവായ റിങ്കിൾഡ് എക്സ്പ്രസ് ആവുന്നതുകൊണ്ടാണ് സെക്കൻഡ് ജനറേഷനിലെ ചെടികളിലൊന്ന് എന്തായിട്ട് മാറിയത്? ഈ പറയുന്ന റൗണ്ട് റീഅപ്പിയർ ചെയ്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഓക്കെയാണ്. അടുത്ത, പ്രോപ്പർലി അറേഞ്ച് ദ ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ടു പ്രോട്ടീൻ സിന്തസിസ്. 2 മാർക്ക്. പ്രോട്ടീൻ സിന്തസിസിൻ്റെ ഓർഡർ തെറ്റിച്ച് തന്നേക്കുകയാണ്. കറക്റ്റ് ഓർഡർ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അല്ലേ? DNA-യിൽ ആദ്യം മെസ്സഞ്ചർ RNA പോയിട്ട് മെസ്സേജ് കോപ്പി ചെയ്തിട്ട് മെസ്സഞ്ചർ RNA എവിടെ എത്തും? ന്യൂക്ലിയസിൻ്റെ പുറത്തേക്ക് എത്തും. എന്നിട്ട് അത് റൈബോസോമിലെത്തും. റൈബോസോം മെസ്സേജ് കൊടുക്കുക ആർക്ക്? ട്രാൻസ്ഫർ RNA-ക്ക്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അമിനോ ആസിഡിനെ റൈബോസോമിലേക്ക് ട്രാൻസ്ഫർ RNA കൊണ്ടുവരികയും ഈ അമിനോ ആസിഡുകളെ റൈബോസോമിൽ വെച്ച് കൂട്ടിച്ചേർക്കുകയും പ്രോട്ടീൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതാണ് കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. നോക്കി വയ്ക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് ലൈക്ലി ടു ബി എൻ RNA? ഇതിൽ RNA ഏതായിരിക്കും? നിങ്ങൾക്കറിയാം DNA-യും RNA-യും തമ്മിൽ വ്യത്യാസമാക്കുന്ന ഏകാൾ യുറാസിലാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് യുറാസിൽ കാണുന്നത്? യു എവിടെയാണ് കാണുന്നത്? ഇവിടെയാണ് യു കാണുന്നത്. അപ്പോൾ ഈ യുറാസിലുള്ള ഇവനായിരിക്കും എന്തെന്ന് പറയുന്നത്? ഒരു RNA എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ദ ഡബിൾ ഹെലിക്സ് മോഡൽ ഓഫ് ദ DNA മോളിക്യൂൾ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. എ DNA മോളിക്യൂൾ കണ്ടെയ്ൻ നൈട്രജൻ ബേസ്. DNA മോളിക്യൂളുകൾ നൈട്രജൻ ബേസ് ഉണ്ട്, ശരിയാണ്.
3 type of nitrogen bases are there. 3 അല്ല 4 ഉണ്ട്. All the nitrogen bases found in the DNA are also found in the RNA. തൊട്ട് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ, യുറാസിലാണ് RNA-യിലുള്ളത്, DNA-യിൽ അതല്ല. സോ ദ റങ്സ് ഓഫ് ദ DNA ആർ മേഡ് അപ്പ് ഓഫ് നൈട്രോജൻ ബേസ്. അത് ശരിയാണ് അല്ലേ? റങ്സ് എന്ന് വെച്ചാൽ എന്താ? 2 സ്ട്രാൻഡും ഇടയ്ക്കുള്ളതാണ് റങ്സ്. റങ്സ് ഉണ്ടാക്കിയിട്ടുള്ള നൈട്രോജൻ ബേസ് വെച്ചാണ്. ശരിയാണ്. അപ്പോൾ 1ഉം Dയും എയും ഡിയുമാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ചോദ്യം. The hybridization experiment carried out by a scientist on the garden bee plant had laid the foundation for a new branch of science which has influenced almost every aspect of the human life. Who is the scientist? ആരാണ് സയൻറ്റിസ്റ്റ്? ഗ്രിഗർ മെൻഡൽ ആണ്. ബ്രാഞ്ച് അദ്ദേഹം കൊണ്ടുവന്ന ബ്രാഞ്ചാണ് ജെനറ്റിക്സ്. ജെനറ്റിക്സ് നമുക്ക് എന്തൊക്കെ തന്നു? ആധുനിക മെഡിസിനും ഫുഡ് പ്രൊഡക്ഷനൊക്കെ ജെനറ്റിക്സ് ഹെൽപ്പ് ചെയ്തിട്ട് ഉണ്ട്. അടുത്ത choose only the fact that help Gregor Mendel to lay the foundation of genetics. ജെനറ്റിക്സിൻ്റെ ഫൗണ്ടേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഗ്രിഗർ ജോൺ മെൻഡൽ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ മാത്രം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് എന്തായാലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. DNA സ്ട്രക്ചർ ഒന്നും ആ കാലത്ത് കണ്ടുപിടിച്ചിട്ടില്ല. ഹെറിഡിറ്ററി ലോസും അദ്ദേഹമാണ് ഫോർമുലേറ്റ് ചെയ്തത്, അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ക്രോമസോം സ്ട്രക്ചറും അപ്പോഴല്ല. അപ്പോൾ 1ഉം സിയുമാണ് അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്ത ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എയും സി സെറ്റാണ്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പിക്ചർ ഇൻഡിക്കേറ്റ്? എന്താ കാണിച്ചിരിക്കുന്നത്? ഒരു ക്രോമസോമാണല്ലേ. ഇതും ജീനുമായിട്ടുള്ള ബന്ധം എന്താ ബന്ധം? ഒരു DNA-യുടെ സ്പെസിഫിക് പാർട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജീൻ എന്ന് വിളിക്കുന്നത്. ഈ ജീന് എന്ന് പറഞ്ഞാൽ DNA-യുടെ പാർട്ട്. ഈ DNA കണ്ടൻസ് ചെയ്ത് ചുരുങ്ങിയിരിക്കുന്ന ചുരുട്ടി വെച്ചേക്കുന്ന ഫോമിനാണ് എന്ത് വിളിക്കുന്നത്? ക്രോമസോം എന്ന് വിളിക്കുന്നത്. സെറ്റാണ്. അനലൈസ് ദ ഇലസ്ട്രേഷൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. കണ്ടിട്ടുണ്ടല്ലേ? ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ പിക്ചറാണ്. ഇവിടെ വെച്ച് എന്ത് കിടക്കുകയാണ്? ക്രോസിംഗ് ഓവർ നടക്കുകയാണ് അല്ലേ? അപ്പോൾ എന്താണ്? വാട്ട് ഡസ് ദിസ് ഇലസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? ഇത് എന്തിനെ കാണിക്കുന്നു? ഇത് ക്രോസിംഗ് ഓവറിനെ കാണിക്കുന്നു. എന്തിനെ കാണിക്കുന്നു? ക്രോസിംഗ് ഓവറിനെ കാണിക്കുന്നു. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് പ്രോസസ്? ക്രോസിംഗ് ഓവർ നടക്കുന്നത് കൊണ്ടാണ് വേരിയേഷൻ ഉണ്ടാകുന്നത്. കോസസ് ഡിഫറൻസ് ഇൻ ദ ജീൻ ഡിസ്ട്രിബ്യൂഷൻ ലീഡിംഗ് ടു ദ ന്യൂ ക്യാരക്ടർ ഇൻ ദ ഓഫ്സ്പ്രിംഗ്. അല്ലെ, വേരിയേഷൻ്റെ കാരണങ്ങളിൽ ആദ്യം പഠിച്ച കാരണം ഇതാണ്. പഠിച്ചവനെ ഇതൊക്കെ ഓർമ്മ വരുള്ളൂ അല്ലേ? അല്ലാതെ കേൾക്കുന്നവൻ കേട്ടോണ്ടിരിക്കുകയുള്ളൂ. Sudden change in the genetic makeup of organisms and the transfer of it to the next generation can lead to variation in the characters. By what name these changes are known? എന്താ പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ചേഞ്ചുകൾ നമ്മൾ എന്താ വിളിക്കുന്നത്? നമ്മൾ വിളിക്കുന്ന പേരാണ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ ഉണ്ടായുള്ള കാരണം എന്താ? DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കോപ്പി നടക്കുന്നില്ല, അല്ലെങ്കിൽ ചിലതരം കെമിക്കൽസ് കൊണ്ടും റേഡിയേഷൻ കൊണ്ടും എന്ത് പറ്റാം? മ്യൂട്ടേഷൻ സംഭവിക്കാം. എവറി സ്പീഷീസ് ഹാസ് എ ഡെഫിനിറ്റ് നമ്പർ ഓഫ് ക്രോമസോം. ആയിക്കോട്ടെ. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ക്രോമസോം ഇൻ ഹ്യൂമൻസ്? മനുഷ്യൻ്റെ ക്രോമസോം എത്രയാണ്? 46 എണ്ണം. അടുത്ത് നമ്പറാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ 46 എണ്ണം അല്ലെങ്കിൽ 23 പേർ. വാട്ട് ആർ ദ 2 types ഓഫ് ക്രോമസോം ഫൗണ്ട് ഇൻ ഹ്യൂമൻസ്? 2 ടൈപ്പ് ഏതൊക്കെയാണ്? സൊമാറ്റിക് ക്രോമസോംസും സെക്സ് ക്രോമസോംസും. ഹൗ ഡസ് ദ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ വുമൺ ഡിഫർ ഫ്രം ദാറ്റ് ഓഫ് എ മാൻ? വുമണിനകത്തുള്ളത് എക്സ് ആണെങ്കിൽ മെന്നിലുള്ളത് XY ആണ്. ബാക്കി സൊമാറ്റിക്കിൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നും ഇല്ല. 3 മാർക്കാണ്. അടുത്ത് ഐഡൻറ്റിഫൈ ദ റിലേഷൻഷിപ്പ് ഇൻ എ ആൻഡ് കംപ്ലീറ്റ് ബി. എ റിലേഷൻ കണ്ടുപിടിച്ച് ബി എന്താണ്? പാരൻ്റൽ ട്രൈറ്റ് ടു ഓഫ് സ്പ്രിങ്ങിനെ ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുമെങ്കിൽ ക്യാരക്ടേഴ്സ് ഡിഫർ ഫ്രം ദ പാരൻസ് ദ ഓഫ് സ്പ്രിങ്സ് നമ്മൾ എന്ത് വിളിക്കും? വേരിയേഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? വേരിയേഷൻ എന്ന് വിളിക്കും. നെക്സ്റ്റ്, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ, റൈറ്റ് ദ കോമൺ ഫീച്ചർ ഓഫ് ദ അതർ. അഡിനിൻ, തൈമിൻ, യുറാസിൽ, സൈറ്റോസിൻ. ഇതിൽ ഓഡ് വൺ ആരാണ്? യുറാസിലാണ്. യുറാസിൽ ഓഡ് വൺ കാരണം അതെന്താണ്? DNA-യിലില്ല, RNA-യിൽ മാത്രമേ ഉള്ളൂ. സോ അത് നമുക്ക് ഓഡ് വൺ ആയിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, ഓഡ് വണ്ണാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് വ്യത്യാസമുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വ്യത്യാസം യുറാസിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. ദ നമ്പർ ഓഫ് സൊമാറ്റിക് ക്രോമസോം ഇൻ ഹ്യൂമൻ ഈസ് 22. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നുമെങ്കിൽ ഇത് തെറ്റാണ്. നമ്പറാണ്, പെയറാണ് 22, നമ്പർ 44 എണ്ണമാണ്. ശ്രദ്ധിച്ചോളാം. തൈമിൻ ന്യൂക്ലിയോറ്റൈഡ് ഈസ് ഫൗണ്ട് ഇൻ RNA. അല്ല, തെറ്റാണ് അല്ലേ? മെറ്റബോളിസം ഈസ് റെഗുലേറ്റഡ് ബൈ ജീൻസ്. അത് ശരിയാണ്. പ്രോട്ടീൻ ഈസ് സിന്തസൈസ്ഡ് ഇൻ RNA. അല്ലല്ല, RNA-യിലല്ലല്ലോ. എവിടെ സിന്തസൈസ് ചെയ്യുന്ന? റൈബോസോമിലാണ്. സോ സി മാത്രമാണ് ശരി, ബാക്കിയെല്ലാം തെറ്റ്. ടേബിൾ ഫില്ല് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. ന്യൂക്ലിക് ആസിഡ്, നമ്പർ ഓഫ് ത്രെഡ്, ടൈപ്പ് ഓഫ് ദ ഷുഗർ, നൈട്രോജൻ ബേസ് ഫൗണ്ട്. ഇത് RNA ആണെങ്കിൽ ഇത് പിന്നെ എന്ത് ന്യൂക്ലിക് ആസിഡ് ആയിരിക്കും? അത് DNA ആയിരിക്കും. DNA-യിൽ 2 എണ്ണം ഉണ്ടെങ്കിൽ RNA-യിൽ എന്തേ ഉള്ളൂ? 1 സ്ട്രാൻഡേ ഉള്ളൂ. ടൈപ്പ് ഓഫ് ഷുഗർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഡിയോക്സി റൈബോസ് ഷുഗർ ആണെങ്കിൽ ഇവിടെ എന്താണ്? റൈബോസ് ഷുഗർ ആണ്. അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ ആണെങ്കിൽ ഇവിടെ തൈമിനാണ്. ഇവിടെ എന്താണ്? ഇവിടെ യുറാസിലാണ്. ഇവിടെ കറക്റ്റായിട്ട് ഞാൻ ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത വാട്ട് ഡസ് ദിസ് പിക്ചർ ഇൻഡിക്കേറ്റ്? ഇതെന്തിനെ കാണിക്കുന്നു? ഇതൊരു DNA കാണിക്കുന്നു. വാട്ട് ആർ ദ കമ്പോണൻറ്റ് ഓഫ് ദ ലോങ് സ്ട്രാൻഡ്? ലോങ് സ്ട്രാൻഡ് എന്ന് വെച്ചാൽ എന്തൊക്കെ വരും? അതിനകത്ത് ഷുഗർ വരും,
ലോങ് സ്ട്രാൻഡ് എന്ന് വെച്ചാൽ ഈ രണ്ട് സാധനത്തിനാണ് ഉദ്ദേശിക്കുന്നത്. ഫോസ്ഫേറ്റ് വരും, നൈട്രജൻ ബേസും വരും. റങ്സിനകത്തുള്ള കമ്പോണൻ്റ് എന്താ? റങ്സ് എന്ന് വെച്ചാൽ എന്താണ്? റങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റങ്സ് നിർമ്മിച്ചിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? റങ്സ് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് ഇത് വെച്ചിട്ടാണ്, നൈട്രജൻ ബേസ് വെച്ചിട്ടാണ്. ഓക്കെ. ഇവിടെ സ്ട്രാൻഡ് പറഞ്ഞപ്പോൾ ഞാൻ ഇവൻ പറഞ്ഞാൽ ഇത് വേണ്ട അല്ലേ? സ്ട്രാൻഡിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ, ഇത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വരും. ഓക്കെ, സ്ട്രാൻഡ് നിർമ്മിച്ചിട്ടുള്ളത് രണ്ടും എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ശരി. വെൻ ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് എ ഗ്രേ സീഡ് പി ആൻഡ് വൈറ്റ് സീഡ് പി ആർ പെർഫോംഡ്, ഓൾ ദ ഫസ്റ്റ് ജനറേഷൻ വെയർ ഗ്രേ സീഡ്. ആയിക്കോട്ടെ. വാട്ട് ട്രൈറ്റ് ഡസ് ദ ഗ്രേ കളർ ഇൻ ദ എക്സ്പെരിമെൻറ്റ് ഇൻഡിക്കേറ്റ്? ഫസ്റ്റ് നമ്മൾ ഒരു ഗ്രേ കളറും അല്ലേ ഒരു വേറെ കളർ വൈറ്റ് കളറേയും കൂടി നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയതെല്ലാം എന്തായിരുന്നു? ഗ്രേ കളറാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രേ കളർ എന്തിനെ കാണിക്കുന്നു? ഡോമിനൻസിനെ കാണിക്കുന്നു അല്ലേ? എന്തിനെ കാണിക്കുന്നു? ഡോമിനൻ്റ് ആയിട്ടുള്ള ട്രൈറ്റിനെ കാണിക്കുന്നു. വൈ ദർ ആർ നോ വൈറ്റ് സീഡ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ? എന്തുകൊണ്ടാണ്? ഈ പറയുന്ന ഗ്രേ എന്ന് പറയുന്ന ഡോമിനൻ്റ് ആയതുകൊണ്ട് അല്ലേ? ഓൺലി വൺ ക്യാരക്ടർ ഈസ് എക്സ്പ്രസ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ബോത്ത് അലീൽസ്. രണ്ടുമുണ്ട്, പക്ഷേ അതിൽ ഡോമിനൻ്റ് ആയത് മാത്രമേ എക്സ്പ്രസ് ആവുള്ളൂ. If the first generation is self-pollinated, what is the ratio of the offsprings in the second generation? 3:1. What inference can be reached by observing the second generation? എന്തായിരിക്കും? ഹിഡൻ ട്രൈറ്റ് എന്ന് പറയുന്ന സെക്കൻഡ് ജനറേഷനിലാവുമ്പോഴത്തേക്കും എക്സ്പ്രസ് ചെയ്യും. കണ്ടോ? ആ പഠിച്ചതിൽ നിന്ന് ചോദ്യം വരുന്ന രീതികളൊക്കെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അല്ലേ? നോക്കിയോ. സെൽഫ് പോളിനേഷൻ ഓഫ് ദ ഫസ്റ്റ് ജനറേഷൻ പ്ലാന്റ് ടോൾ റൗണ്ട് സീഡ്. പി പ്ലാന്റ് is illustrated in the answer the question. ഓക്കെ. ടോള് റൗണ്ട് സീഡ്. ഓക്കെ, ഇതാണ് ഇതെന്താ വരാത്തെ? ടോള് റൗണ്ട് സീഡും ഡോർഫ് റിങ്കിൾഡ് സീഡിനെ തമ്മിൽ ക്രോസ് പോളിനേറ്റ് സെൽഫ് പോളിനേറ്റ് ചെയ്തു സെക്കൻഡ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷൻ പോളിനേറ്റ് ചെയ്തു. മറ്റേ പന്നറ്റ് സ്ക്വയർ ആണ് ഈ കാണിച്ചേക്കുന്നത്. ഇതിൽ എയും ബിയും എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതാണ് എ, ഇതാണ് ബി എന്ന് വെച്ചാൽ ഗ്യാമറ്റ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇത് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ, സ്മോൾ ടി ക്യാപിറ്റൽ ടി സ്മോൾ ആണെങ്കിൽ എന്തായിരിക്കും? സ്മോൾ ടി ക്യാപിറ്റൽ ആർ ആയിരിക്കും അല്ലേ? ഇതെന്തായിരിക്കും? ഇത് സ്മോൾ ടി സ്മോൾ ആറും ആയിരിക്കും. അത് എഴുതാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഐഡൻറ്റിഫൈ ദ അലീൽ കോമ്പിനേഷൻ ഇൻഡിക്കേറ്റിംഗ് സി ഡി ഇ എഫ്. സി ഇവിടെ കിടക്കും, ദാ കിടക്കും. സിയിൽ എന്ത് വരും? ക്യാപിറ്റൽ ടി സ്മോൾ ആർ സ്മോൾ ആർ. ഡിയിൽ എന്ത് വരും? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ. ഇയിൽ എന്ത് വരും? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. എഫിൽ എന്ത് വരും? ക്യാപിറ്റൽ സ്മോൾ ടി സ്മോൾ ആർ ക്യാപിറ്റൽ ആർ വരും. ഓക്കെ, എന്ന് വെച്ചാൽ ഒന്നുമില്ല. ആദ്യം ഇവിടുത്തെ ടി എഴുതുക, അടുത്ത് ഇവിടുത്തെ ടി എഴുതുക, അടുത്ത് ഇവിടുത്തെ ആർ എഴുതുക, ഇവിടുത്തെ ആർ എഴുതുക. അത് നോക്കി എഴുതിയാൽ മതി. അങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഓക്കെ, സെറ്റ്. ഇതാ ഇവിടെ കിടപ്പുണ്ട് ആൻസർ. ഓക്കെ, ABCD ഉണ്ട്. സിയിൽ ചോദിച്ചിട്ടുണ്ട് വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് ഫൗണ്ട് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ എപ്പാർട്ട് ഫ്രം ദ പാരൻറ്റ്. പാരൻറ്റിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയത് എന്തൊക്കെയായിരിക്കും? ടോളും അതുപോലെ തന്നെ എന്തായിരിക്കും? റിങ്കിൾഡ് സീഡും അതുപോലെ ഡോർഫും റൗണ്ട് സീഡും നമുക്ക് വെറൈറ്റി ആയിട്ട് പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. അതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ. ഹ്യൂമൻ ക്രോമസോംസ്, സൊമാറ്റിക് ക്രോമസോംസും ഉണ്ട്, പിന്നെ എന്തുണ്ട്? സെക്സ് ക്രോമസോംസും ഉണ്ട്. സൊമാറ്റിക് ക്രോമസോംസ് എണ്ണമാണെങ്കിൽ 44, സെക്സ് ആണെങ്കിൽ 2. ഇവിടെ 2 ഉള്ളതുകൊണ്ട് ഒരു പേരെന്നാണെങ്കിൽ ഇവിടെ 22 പേരെന്ന് എഴുതായിരുന്നു. സോ ഇവിടെ സംഭവം സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ തീർന്നല്ലേ? സോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും ചോദ്യങ്ങൾ എനിക്ക് മുമ്പ് കിട്ടിയതാണ്. ഞാൻ PDF നമുക്ക് ഏതോ വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയതാണ്. അതിന് ഞാൻ അടുത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളവിടെ നിന്ന് കുറച്ച് ടോപ്പിക്കുകളില്ലല്ലോ, ആ ടോപ്പിക്കുകളുടെ ചോദ്യങ്ങൾ കിട്ടുവാണെങ്കിൽ ഞാൻ ഇതുപോലൊരു ക്ലാസ്സായിട്ട് അത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.